പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഗോതമ്പ് നൂൽപുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റോടുകൂടി വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ഈ നൂൽപുട്ട് തയ്യാറാക്കി എടുക്കാം എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനുവേണ്ടി ഗ്യാസ് അടുപ്പിലേക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. ഗോതമ്പ് പൊടിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് തീ കൂട്ടി വെച്ച് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റോളം ഒന്നങ്ങ് വറുത്തെടുത്താൽ മതി. ഗോതമ്പ് പൊടി ഒന്ന് ചൂടായി വരണം, അത്രയും മതി. ഇപ്പോൾ ദാ ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ മാവിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മാവ് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നൂൽപുട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാനും പറ്റും. അപ്പോൾ നല്ല തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് കൈവച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒന്ന് കുഴച്ചെടുത്ത ശേഷം പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ഇടിയപ്പത്തിലേക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്ത് ഇതുപോലെ ഒരു സിലിണ്ടർ ഷേപ്പിലാക്കി എടുത്ത ശേഷം നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിത് പിഴിഞ്ഞെടുക്കുന്നത് ഇതുപോലെ വാഴയിലയിലേക്കാണ്. വാഴയില ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. എല്ലാ വാഴയിലയിലേക്കും തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് ഗോതമ്പ് മാവ് പിഴിഞ്ഞു കൊടുക്കാം. മാവ് വറുത്ത് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തത് കൊണ്ട് ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാ വാഴയിലയിലേക്കും പിഴിഞ്ഞെടുത്ത ശേഷം ഇഡ്ഡലി ചെമ്പിലേക്ക് ആവി കയറ്റാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള മാവ് മറ്റ് വാഴയിലയിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നൂൽപുട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടിട്ട് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഹെൽത്തിയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഗോതമ്പ് നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ നൂൽപുട്ട് കഴിക്കാൻ. ഇത് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്തോ അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് നൂൽപുട്ട് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.